ഹലോ ഓൾ, വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിസർച്ച് ഓഫീസറിന്റെ ക്ലാസ് തുടങ്ങിയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലും റിസർച്ച് അസിസ്റ്റന്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് തുടങ്ങിയ പാർട്ടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ടുള്ള എക്കണോമിക്സ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിൽ മാക്രോ എക്കണോമിക്സ് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ക്ലാസ് നേരത്തെ കണ്ടിരുന്നവരുണ്ടെങ്കിൽ ഡീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസും എക്സാമിന് വന്നിട്ടുണ്ട്. സോ ആദ്യം തന്നെ നമുക്ക് റിസർച്ച് ഓഫീസറിന്റെ കറണ്ട് സിലബസ് ഒന്ന് നോക്കാം. വളരെ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. റിസർച്ച് ഓഫീസർ ഇൻ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ വളരെ നല്ല ഒരു ചാൻസ് ആണ്. ഒരു സബ്ജക്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഒരു ജോബ് സെക്യൂർ ചെയ്യാനായിട്ടുള്ള കോമ്പറ്റീഷൻ കുറഞ്ഞ എന്നാൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ട ഒരു എക്സാം ആണിത്. ഓക്കെ, സോ ഫസ്റ്റ് വി വിൽ ഗോ ത്രൂ ദ സിലബസ് അല്ലേ. So basically I know that you guys know the syllabus. So part 1 സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിന് 40 മാർക്ക് ആണുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 40 മാർക്ക്. ഏറ്റവും വെയിറ്റേജ് കൂടിയത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിപ്പിക്കുന്ന എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിന് ഏകദേശം 30 മാർക്കാണ് വരുന്നത്. സെക്കൻഡ് വെയിറ്റേജ് കൂടുതലുള്ള സബ്ജക്റ്റ് ആണ് എക്കണോമിക്സ്. അത് കഴിഞ്ഞ് മാത്തമാറ്റിക്സിന് 20 ആണ് വെയിറ്റേജ് ഉള്ളത്. പിന്നീട് നമ്മുടെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് ഇൻ കേരള 10 മാർക്സ് ആണ്. സോ ടോട്ടൽ 100 മാർക്സിൽ വളരെ പ്രധാനപ്പെട്ട റാങ്ക് മേക്കിംഗ് ആകാൻ സാധ്യതയുള്ള 30 മാർക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. 2 യൂണിറ്റ് ആണുള്ളത്. നമുക്ക് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതോടൊപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നമ്മൾ സിലബസ് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മുടെ പഠനം കൊണ്ടുപോകേണ്ടത്. So first നമ്മൾ എന്താണ്, we are going to understand the syllabus, okay, and we will analyze how the questions will be coming. Okay, so എല്ലാവരും റെഡി ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് 2 യൂണിറ്റ് ആണുള്ളത്. എത്ര യൂണിറ്റ് ആണ്? 2 യൂണിറ്റ് ആണുള്ളത്. സോ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയുകയാണ്. നമുക്ക് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ സ്റ്റാറ്റിക് കൺസെപ്റ്റ്സ് ഉണ്ട്, ഡൈനാമിക് കൺസെപ്റ്റ് ഉണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. എക്കണോമിക്സിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, PG മാത്സ് ഒക്കെ ചെയ്ത വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്കണോമിക്സിനോടൊരു പേടി കാണും. ഒട്ടും പേടിക്കേണ്ട. അതോടൊപ്പം തന്നെ എക്കണോമിക്സ് പഠിക്കുന്നവർ കുറേ നാളായിട്ട് നോക്കാത്തവരാണ്. നിങ്ങളും പേടിക്കേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ എക്കണോമിക്സ് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് തെളിഞ്ഞവരും കാണും. എല്ലാവർക്കും വേണ്ടിയുള്ള രീതിയിലാണ് ഞാൻ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ആദ്യം തന്നെ സ്റ്റാറ്റിക് കൺസെപ്റ്റ്സ് എന്താണെന്ന് പഠിക്കാം. എന്താണോ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗീവൺ ഫാക്ട്സ്, അതിന് മാറ്റമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ കൊണ്ടുവന്ന വർഷം. ഓക്കെ, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഏത് മോഡലാണ് യൂസ് ചെയ്തത്? 5 ഇയർ പ്ലാന്റെ ലക്ഷ്യങ്ങൾ. 5 ഇയർ പ്ലാൻ ന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ആര്? എത്ര 5 ഇയർ പ്ലാൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു? ഇതൊക്കെ സ്റ്റാറ്റിക് അറിവുകളാണ്. എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഗീവൺ ആണ്. ആ ഫാക്ട്സ് നമ്മളങ്ങ് പഠിച്ച് പോയാൽ മതി. ഓക്കെ, ആൻഡ് ദർ ഈസ് സംതിങ് കോൾഡ് ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് മോഡലുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട്. സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡൈനാമിക് കൺസെപ്റ്റ്സുകൾ സ്റ്റാറ്റിക് ആയി മാറാറുണ്ട്. കാരണം ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് അറിയാവുന്ന ചിന്തിക്കുക. നമ്മുടെ ഇന്ത്യയിൽ ഫിനാൻസ് കമ്മീഷൻ ഇന്ന് നീതി ആയോഗ് എന്നാണ് വിളിക്കപ്പെടുന്നത്. അറിയാവോ? ഇതൊരു 2015 കറണ്ട് അഫയർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്, ഒരു സ്റ്റാറ്റിക് ഫാക്റ്റ് ആയിട്ട് മാറി. അതേപോലെ ഇന്ത്യയിൽ 5 ഇയർ പ്ലാൻസ് ഉണ്ടെന്നറിയാം. നീതി ആയോഗ് ആണ് അതിന്റെ ഏറ്റവും വലിയ പുതിയ ഫോം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണെന്ന് അറിയാം. നിങ്ങളിൽ എത്ര പേർക്ക് കേരളത്തിനെ കുറിച്ച് അറിയാം? കേരളത്തിലെ പ്ലാനിംഗ് കമ്മീഷൻ എത്രാമതാണെന്നറിയാം? ഇത്തരം അറിവുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്. സോ നമുക്ക് സിലബസിലേക്ക് കടക്കാം. സിലബസ് വളരെ കുറച്ചേ ഉള്ളൂ. But the things that we need to understand from these topics are really big. ഉദാഹരണത്തിന് നമുക്ക് ഞാൻ യൂണിറ്റ് 1 യൂണിറ്റ് 2 ഡീറ്റെയിൽ ആയിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടേ മുന്നോട്ട് പോകും. സോ ആദ്യം തന്നെ ഫസ്റ്റ് ടോപ്പിക്ക്. ഞാനിവിടെ ഒരു കാര്യം പറയുന്ന കാര്യം വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നമ്മൾ സാധാരണ എക്കണോമിക്സിൽ മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, എന്താണ് ഇല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്, നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഒക്കെ എഴുതി വരുന്നത് കറക്റ്റ്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്, ഈ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൽ നമ്മുടെ
മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ എക്കണോമിക്സ്, എക്കണോമെട്രിക്സ് തുടങ്ങിയ ടോപ്പിക്കുകളായിരിക്കും കാണുന്നത് അല്ലേ. അതോടൊപ്പം തന്നെ പബ്ലിക് എക്കണോമിക്സ്, ഓക്കെ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇന്റർനാഷണൽ എക്കണോമിക്സ്. ഇതൊന്നും കേട്ട് പേടിക്കേണ്ട, ഇതൊന്നും നമുക്ക് പഠിക്കാനില്ല. സാധാരണ ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറെ കൺസെപ്റ്റ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ തിയറി, നമ്മൾ സബ്ജക്റ്റിൽ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സാധാരണ പഠിക്കുന്നത്. ഇതിനകത്തുള്ള ഇന്ത്യൻ എക്കോണമി, എന്താണ് ഇന്ത്യൻ എക്കോണമി, ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ എക്കോണമി അല്ലെങ്കിൽ കേരള എക്കോണമി എന്ന് പറയുന്ന 2 സെക്ഷൻസ് ആണ് നമുക്ക് ഈ ഒരു സിലബസ് അനുസരിച്ച് പഠിക്കാനായിട്ടുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം ഇവിടെ മൈക്രോ മാക്രോ തുടങ്ങിയ കൺസെപ്റ്റ്സിലുപരി പ്രാക്ടിക്കലി നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ നടന്ന കാര്യങ്ങളാണ് കൂടുതലായിട്ട് പഠിക്കേണ്ടത്. കാരണം എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രാക്ടിക്കൽ കാര്യങ്ങളെ കുറിച്ച് അവലോകനമുള്ള ആൾക്കാരെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ സിലബസ് വരുന്നത്. സോ സിലബസിലേക്ക് കടക്കാം. സോ ഞാൻ ആദ്യം തന്നെ പറയാണ്, റിസർച്ച് അസിസ്റ്റന്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന് പഠിച്ച ഒരു വലിയ സബ്ജക്റ്റിന്റെ ചെറിയൊരു പാർട്ട് മാത്രമാണ് ഇവിടെ വരുന്നത്. അതിന്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. സോ ആദ്യം തന്നെ പ്ലാനിങ് ആൻഡ് ദ കേസ് ഫോർ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഇൻ ഇന്ത്യ ആൻഡ് കേരള. ഇവിടെ ശ്രദ്ധിക്കുക, ഇന്ത്യയുടെയും കേരളത്തിന്റെയും കാര്യം നമ്മൾ അറിയണം. സോ നമ്മളിവിടെ പഠിക്കുമ്പോൾ, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സിലബസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഇന്ത്യയുടെയും കേരളയുടെയും രണ്ടിന്റെയും കാര്യം പറയുന്നുണ്ട്. സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയിൽ 5 year പ്ലാൻസ് നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏകദേശം 2025 എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇന്ത്യ മുന്നോട്ട് പോയത് പ്ലാനിങ് കൊണ്ടാണ് അല്ലേ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് നമ്മുടെ എക്കോണമി വളരെ ബാഡ് സിറ്റുവേഷനിലായിരുന്നു. സോ ടു pull up Indian economy from that bad situation we needed planning. സോ അങ്ങനെ പ്ലാനിങ് തുടങ്ങി. സോ ആദ്യകാലങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്ലാനിങ്ങിനെ വിളിക്കുന്ന പേരാണ് സെൻട്രലൈസ്ഡ് പ്ലാനിങ്. എന്താണ് സെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെൻട്രൽ ഗവൺമെന്റ് ആണ് ഏറ്റവും കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റിന് വലിയ റോളില്ല. ഓക്കെ, അങ്ങനെയുള്ള പ്ലാനിങ്ങിൽ നിന്ന് പിന്നീട് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കൂടെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോയിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്, പ്ലാനിങ് ആൻഡ് ദ കേസ് ഫോർ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഇൻ ഇന്ത്യ. അതോടൊപ്പം തന്നെ കേരള. ഓക്കെ, നമ്മൾ പറഞ്ഞു സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിൽ നിന്ന് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എന്താണ്, കേരളത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് കിട്ടി തുടങ്ങി, സ്റ്റേറ്റിന് ഇമ്പോർട്ടൻസ് കിട്ടി തുടങ്ങി. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കേരള, ഓക്കെ, കേരളയുടെ അവസ്ഥ എന്താണ്? മാത്രമല്ല കേരളത്തിനകത്ത് പ്ലാനിങ് ഉണ്ടല്ലേ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാവുന്നതെന്നറിയില്ല, ഇന്ത്യയിൽ 74th ആൻഡ് 73rd അമെൻമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ ക്ലാസ് കാണുന്നവർ ജസ്റ്റ് എന്താണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അതിലൂടെ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് പ്രാതിനിധ്യം വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഞ്ചായത്ത് രാജ്. പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യയിൽ 3 ഗവൺമെന്റ് സിസ്റ്റംസ് ആണുള്ളത്. ഫെഡറലിസത്തിന്റെ അണ്ടറിൽ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് LSG. സോ അതിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തി രാജ് സിസ്റ്റങ്ങളും എന്താണെന്ന് നോക്കുക. അതോടൊപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ബ്രീഫ് തരുവാണ്. ഇതിന്റെ ഇൻഡെപ്ത് ആദ്യം സിലബസ്, ഏത് എക്സാമിന് പോകുന്നതിന് മുമ്പ് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സിനെ കുറിച്ചൊരു ബോധം വേണം. സോ ഇന്ത്യയിലും കേരളയിലും പ്ലാനിങ് നടത്തിയത് എങ്ങനെ ഡീസെൻട്രലൈസ്ഡിലേക്ക് പോയി, ആ ഹിസ്റ്ററി മുഴുവനും പഠിക്കണം. പ്ലാനിങ്ങിന്റെ കാര്യങ്ങളെല്ലാം പഠിക്കണം, ഡീസെൻട്രലൈസേഷന് വേണ്ടി എന്തൊക്കെ ചെയ്തെന്ന് പഠിക്കണം. അത് കേരള പ്ലാനിങ്ങും കൂടെ നമ്മൾ സെപ്പറേറ്റ് പഠിക്കണം. സോ ഞാൻ ഒരു കാര്യം കൂടെ പറയുവാണ്, ഇന്ത്യയും കേരളവും ഒരേ കണക്കല്ല. ഇന്ത്യ A ആണെങ്കിൽ കേരള B ആണ്. ഇന്ത്യയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ ആൾക്കാരുടെ എന്താണ്, വർക്കിംഗ് പോപ്പുലേഷന്റെ സൈസ് കൂടുതലാണ്, വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടുതലാണെങ്കിൽ കേരളത്തിൽ ഹെൽത്ത് ബെറ്റർ ആയതുകൊണ്ട് എന്താണ്, നമ്മുടെ ഇവിടുത്തെ ഏജിങ് പോപ്പുലേഷൻ ആണ് കൂടുതൽ. കാരണം ആൾക്കാർ നല്ല ഹെൽത്ത് കെയർ ആയതുകൊണ്ട് മരിക്കുന്നില്ല. സോ ഒരിക്കലും ഈ ഇന്ത്യൻ എക്കോണമിയും കേരള എക്കോണമിയും ഏകദേശം ഒരേപോലാണെന്നുള്ള ധാരണ വേണ്ട. രണ്ടും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്, സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കണം. അത് കഴിഞ്ഞ് പഞ്ചായത്ത് രാജ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് തന്നിട്ടുണ്ട്. ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിസ്റ്റമാണ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് പഠിക്കണം.
അടുത്തതാണ് നമ്മൾ ആദ്യം നമ്മൾ എന്താണ് ഈ ഒരു പ്ലാനിങ്ങിന് അണ്ടറിൽ അവിടെ പഠിക്കുന്നത് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. ആരെ കുറിച്ചാണ്? പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. പക്ഷേ there is something called ഫിനാൻസ് കമ്മീഷൻ. ആർട്ടിക്കിൾ 280 വന്ന ഒരു കമ്മീഷനാണ് ഫിനാൻസ് കമ്മീഷൻ. ഫിസ്ക്കൽ ഡെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ ഗവൺമെന്റ് ഇല്ലേ, സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലുള്ള പണം ടാക്സ് ഒക്കെ പിരിച്ച് ടാക്സ് കിട്ടുന്നത് എങ്ങനെ സ്റ്റേറ്റിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഫിനാൻസ് കമ്മീഷൻ. സോ പ്ലാനിംഗ് കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മീഷൻസിന്റെ കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിക്കണം. സോ ഫസ്റ്റ് സെക്ഷൻ മനസ്സിലായല്ലോ. ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ ഞാൻ പറഞ്ഞ നല്ല വ്യക്തമായി മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. പ്ലാനിംഗ് കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ, പഞ്ചായത്തി രാജ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള എല്ലാ നോളജും നമ്മൾ ഇവിടെ നിന്ന് കിട്ടണം. ഇതിന്റെ ഒരു ഡീപ്പർ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് ഞാൻ ഒന്നും കൂടെ തരും. ഇപ്പൊ സിലബസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന്റെ തന്നെ സംതിങ് കോൾഡ് ബഡ്ജറ്റ്. ബഡ്ജറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഡോക്യുമെന്റ് ആണ്. കാരണം ഇന്ത്യയുടെ ഒരു സിറ്റുവേഷൻ എന്തായിരിക്കുമെന്ന് നിർണ്ണയിക്കുന്നത് ബഡ്ജറ്റ് ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആരെ, എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഏത് മിനിസ്ട്രിയാണ് ബഡ്ജറ്റ് നിർമ്മിക്കുന്നത്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. എന്താണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. ഈ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്ത് ചെയ്യും? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് കയ്യിലുള്ള പണമെടുത്ത് പണമെടുത്ത് യൂസ് ചെയ്യാൻ ഗവൺമെന്റിനെ പ്രാപ്തരാക്കും. നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ രാജ്യസഭ, ലോക്സഭയുണ്ട്. ഇതിൽ മണി ബിൽ എവിടാണ് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ബോധമുണ്ടോ? അതൊക്കെ നമുക്ക് പഠിക്കാം. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബഡ്ജറ്റ് പ്രസന്റ് ചെയ്ത് ഇനി എന്ത് ചെയ്യും എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ഇന്ത്യക്ക് നൽകുന്ന ആ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ പ്രോസസ്സും അത് നടപ്പിലാക്കലും എല്ലാം നമ്മൾ പഠിക്കും. സോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബഡ്ജറ്റ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ റെഫറൻസ് ആയിട്ട് നമ്മുടെ ബഡ്ജറ്റിന്റെ ആ ഒരു കറക്റ്റ് കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. എക്സാമിന് സമയം ആവശ്യത്തിനുണ്ട്. സോ നമുക്ക് ഡീകോഡ് ചെയ്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. സോ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു, എങ്ങനെ നടപ്പിലാക്കുന്നു. അത് കഴിഞ്ഞിട്ട് there is one more thing, എക്കണോമിക് സർവേ. ഇതാണ് എക്കണോമിക് സർവേ. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് മൂന്നാമത്തെ ടോപ്പിക്, നാഷണൽ ഇൻകം ആൻഡ് റിലേറ്റഡ് കൺസെപ്റ്റ്സ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിലും റിസർച്ച് അസിസ്റ്റന്റിലും ഉള്ള കൺസെപ്റ്റ് ആണ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞ ഒരു രാജ്യത്തുണ്ടാകുന്ന ടോട്ടൽ ഇൻകത്തിനെയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് GDP, FC, GDP, MB, NBFC, GNB, MB, NDP, FC, NDP, MB, NNP, FC, NNP, MB എന്ന് പറയുന്ന 8 നാഷണൽ ഇൻകം ഐഡന്റിറ്റീസ് പഠിക്കണം. ക്ലിയർ ആണോ? ഓക്കെ, അത് നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. നാഷണൽ ഇൻകം ആൻഡ് റിലേറ്റഡ് കൺസെപ്റ്റ്, റിയൽ GDP, നോമിനൽ GDP എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പഠിക്കേണ്ടത്. ഓക്കെ, ഇനി സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യം കഴിഞ്ഞിട്ട് നമ്മൾ ട്രെൻഡ് ആൻഡ് പാറ്റേൺ ഓഫ് നാഷണൽ ഇൻകം ഗ്രോത്ത്. ഇന്ത്യയിലെ നാഷണൽ ഇൻകം എങ്ങനെ വളരുന്നു? ഇപ്പൊ 1947 ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഗ്രോത്തിനെ ഹിന്ദു ഗ്രോത്ത് റേറ്റ് എന്നാണ് വിളിക്കുന്നത്. അത് ആര് വിളിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ വളരെ ലോ റേറ്റ് ഓഫ് ഗ്രോത്ത് ആണ്. പിന്നീട് അത് വളർന്ന് 2025 എങ്ങനെ എത്തിയിരിക്കുന്നു, ഏത് സമയത്താണ് പീക്ക് ഉണ്ടായത്, ഏത് സമയത്താണ് താഴോട്ട് പോയ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പഠിക്കണം. അതോടൊപ്പം ഇന്ത്യയിൽ ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കണം. അതോടൊപ്പം ഇന്ത്യയിൽ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ 3 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ്? ഇൻകം മെത്തേഡ്, പ്രൊഡക്റ്റ് മെത്തേഡ്, അതോടൊപ്പം എന്താണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അതൊക്കെ പഠിക്കണം. സോ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട ടോപ്പിക്കാണിത്. സോ ഫസ്റ്റ് 3 ടോപ്പിക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ടതാണ് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി സെക്ടർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസ് സെക്ടർ എന്ന് പറയുന്ന 3 സെക്ടേഴ്സ് ഇന്ത്യൻ എക്കോണമിയിലുണ്ട്. ഇവർ 3 പേരും GDP-യിലേക്ക് എങ്ങനെ കോൺട്രിബ്യൂഷൻ നൽകുന്നു എന്നുള്ള ഒരു ചോദ്യം ചോദിക്കും. നമ്മുടെ അടുത്ത് ചോദ്യം ഡയറക്റ്റ് ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GDP നൽകുന്ന സെക്ടർ ഏതാണ്? പ്രൈമറി അഗ്രികൾച്ചർ ആണ്. പക്ഷേ നമ്മുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുവാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന സെക്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈമറി സെക്ടർ ആണോ? പ്രൈമറി സെക്ടർ ആണല്ലേ? ആണ്. പക്ഷേ ഇതൊക്കെ പണ്ടത്തെ കാര്യമായിരുന്നു. പണ്ട്
പ്രൈമറി സെക്ടറാണ് ഏറ്റവും കൂടുതൽ GDP നൽകുന്നത്. പ്രൈമറി സെക്ടറാണ് ഏറ്റവും കൂടുതൽ എന്ത് നൽകുന്നത്? എംപ്ലോയ്മെന്റ് നൽകുന്നത്. ഇന്ന് അങ്ങനല്ല, ഇതൊക്കെ മാറി. അതാണ് എന്താണ് ഗ്രോത്തിന്റെ ആ ഒരു നാഷണൽ ഇൻകം ഗ്രോത്തിന്റെ ഒക്കെ പാറ്റേണിലൊക്കെ സ്ട്രക്ചറൽ ചേഞ്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണ്ട് ജോബും ഇൻകവും എന്ന് പറഞ്ഞാൽ GDP-യിൽ ഏറ്റവും കൂടുതൽ ഭാഗവും നൽകിയിരുന്നത് പ്രൈമറി സെക്ടർ ആണെങ്കിൽ ഇന്ന് അങ്ങനല്ല. ഇന്ന് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഏറ്റവും കൂടുതൽ നമുക്ക് നാഷണൽ ഇൻകത്തിൽ GDP-യിൽ കോൺട്രിബ്യൂഷൻ നൽകുന്നത് സർവീസ് സെക്ടർ അല്ലെങ്കിൽ ടെറിഷറി സെക്ടർ ആണ്. ടെറിഷറി സെക്ടർ GDP പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായത് ഏറ്റവും കൂടുതൽ ജോലി നൽകുന്ന അവരാണെന്ന്. അങ്ങനല്ല, ഇന്നും ഏറ്റവും കൂടുതൽ ജോലി നൽകുന്നത് പ്രൈമറി സെക്ടർ ആണ്. GDP കോൺട്രിബ്യൂഷൻ സർവീസ് സെക്ടറും ജോബ് ഓപ്പർച്യൂണിറ്റി ഏറ്റവും കൂടുതൽ നൽകുന്നത് അഗ്രികൾച്ചർ സെക്ടറും ആണെന്നുള്ള ഫാക്ട് നമ്മൾ അവിടെ മനസ്സിലാക്കിയാൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതോടൊപ്പം തന്നെ അവിടെ എന്താണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്നൊക്കെ നമ്മൾ പഠിക്കണം. എന്താണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്? അഗ്രികൾച്ചറിൽ കാണപ്പെടുന്ന അൺഎംപ്ലോയ്മെന്റ് ആണ്. സോ ഇന്ത്യൻ എക്കോണമിയുടെ ആ ഒരു സ്ട്രക്ചറൽ സിറ്റുവേഷൻ മനസ്സിലാവും. സോ ആദ്യകാലങ്ങളിൽ അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് വന്ന് പിന്നെ GDP സർവീസ് സെക്ടറിലോട്ട് മാറുന്ന ആ പ്രോസസ്സിനാണ് സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയുന്നത്. ഇന്ത്യയിൽ ഗ്ലോബലൈസേഷൻ ഉണ്ടായ സമയത്താണ് ഈ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഉണ്ടായത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതോടൊപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ GDP ആരുടെ കാര്യമാണ് കൂടുതലായിട്ട് പഠിച്ചത്? ഇവിടെ ഇന്ത്യൻ എക്കോണമിയുടെ കാര്യമാണ് പഠിച്ചത്. ഇനി there is something called സ്റ്റേറ്റ് GDP, അതാണ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കേരളയുടെ സ്ട്രക്ചറും കാര്യങ്ങളും നമ്മൾ പഠിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് 3-4 മൊഡ്യൂളിലുള്ളത്. സോ 5ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പോവാം. നമ്മുടെ 5 ഇയർ പ്ലാൻസ് എന്താണെന്നൊക്കെ നമ്മൾ ഇവിടെ പഠിക്കുമല്ലോ ഫസ്റ്റ് സെക്ഷന്. അതിൽ 12 5 ഇയർ പ്ലാൻ, റോളിംഗ് പ്ലാൻ, ഇയർലി ആനുവൽ പ്ലാൻ എന്നൊക്കെ പറയുന്ന പ്ലാനും ഒക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. സോ ഓരോ പ്ലാനും കീറി മുറിച്ച് പഠിക്കണം. ഓരോ പ്ലാനിന്റെ സക്സസും ഫെയിലിയേഴ്സും എന്തൊക്കെയാണെന്ന് പഠിക്കണം. മാത്രമല്ല ഈ പ്ലാന്റെ ഡെവലപ്മെന്റ് ഓൾട്ടർനേറ്റീവ്, അതിന് പകരം എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള മോഡേൺ സിനോറിയയിലുള്ള ചോയ്സ് നമ്മൾ പഠിക്കണം. സോ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി. സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം വളരെ ഒരു സ്ട്രാറ്റജിക്കലി പഠിക്കണം. സ്റ്റാറ്റിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഉണ്ട്, ഡൈനാമിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഉണ്ട്. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്താ പഠിക്കേണ്ടതെന്നൊരു ഐഡിയ കിട്ടിയല്ലോ. സോ ഈ രീതിയിൽ സിലബസ് ആദ്യം ഡീകോഡ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിപ്പിക്കുന്ന ഒരു സെക്ഷൻ ഇതായിരിക്കും, മൊഡ്യൂൾ 2 അല്ലെങ്കിൽ യൂണിറ്റ് 2, ഡെമോഗ്രാഫിക്കൽ ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺ ഇൻ ഇന്ത്യ ആൻഡ് കേരള. ഡെമോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെമോഗ്രഫി സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ ആണ് ഡെമോഗ്രഫി. ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഡെമോഗ്രഫിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, അതോടൊപ്പം തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ഇല്ലേ കേരളത്തിലെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് തുടങ്ങിയ പല പല ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് ഡെമോഗ്രാഫിക്കൽ ട്രെൻഡ്സ്. അത് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. പിന്നീട് നമുക്കറിയാം ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പോവേർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ. ഈ 3 കാര്യങ്ങളും പഠിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഇതിന്റെ തിയറി നമ്മൾ ആദ്യം പഠിക്കണം. എങ്ങനെയാണ് പോവേർട്ടി ഇന്ത്യയിൽ കണക്കാക്കുന്നത്, BPL APL എങ്ങനെയാണ് ഡിവിഷൻ. അതുപോലെ അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് എന്താണ്, അൺഎംപ്ലോയ്മെന്റ് ടൈപ്സ് എന്താണ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള അൺഎംപ്ലോയ്മെന്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ പഠിക്കണം. അതേപോലെ ഇൻഫ്ലേഷൻ പഠിക്കുമ്പോൾ ഇൻഫ്ലേഷൻ എന്താണെന്നുള്ള ഒരു ക്ലാരിറ്റി വരുത്തിയിട്ട് പല ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷന്റെ കാരണം എന്താണ്, പിന്നീട് ഏറ്റവും ലേറ്റസ്റ്റ് ഡേറ്റ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്, നമുക്കത് സിലബസിൽ പഠിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും നോക്കാതെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ സാധാരണ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും, ഇല്ലെങ്കിൽ സാധനങ്ങളുടെ പ്രൈസ് കുറയ്ക്കാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മൾ ഡയറക്ട്ലി ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നതിനാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എത്രയാണ്? ഇന്ത്യയിൽ 4 ± 2 അല്ലെങ്കിൽ 2 മുതൽ 6 വരെയാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ് ഈ രണ്ട് ഒരു വേവ് ലെങ്തിനിടയ്ക്ക് 2 മുതൽ 6 വരെയുള്ള ലെവലിൽ നമ്മുടെ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ നിലനിർത്തും എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതൊക്കെ നമ്മൾ ഇന്ത്യയുടെ കാര്യം പഠിക്കണം, ജസ്റ്റ് കേരളയുടെ കാര്യവും പഠിക്കണം. പിന്നീട് വളരെ ഇമ്പോർട്ടന്റ് ആണ് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ്. കേരളത്തിൽ ഏറ്റവും, ഇന്ത്യയിൽ ഉണ്ടെന്ന് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇന്ത്യയിൽ ഉള്ളതിനുപരി കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ്. എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ജോലി കിട്ടുന്നില്ല,
നമുക്ക് എല്ലാം ക്വാളിഫിക്കേഷൻസ് കുറെ ഉണ്ട് അല്ലേ? നമുക്ക് എല്ലാവർക്കും മാസ്റ്റേഴ്സ് ഉണ്ട്, PhD ഉള്ള ആൾക്കാർ വരെ ഉണ്ട്. പക്ഷെ ഇവർക്ക് ആവശ്യമുള്ള ജോലി കിട്ടുന്നുണ്ടോ ഇന്ത്യയിൽ? ഇന്ത്യയിലെ കാര്യമല്ല, ഇവിടെ കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. കേരളത്തിൽ ജോലി കിട്ടുന്നുണ്ടോ? ഇല്ല. എഡ്യൂക്കേഷൻ കിട്ടിയിട്ടും അൺഎംപ്ലോയ്മെന്റ് ഉള്ള സിറ്റുവേഷനാണ് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അത് സോൾവ് ചെയ്യാൻ വേണ്ട എന്താണ്? മാൻ പവർ പ്ലാനിങ് ആണ്. എന്താണ് മാൻ പവർ പ്ലാനിങ്? എന്താണ് മാൻ പവർ പ്ലാനിങ്? മാൻ പവർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണോ എന്നുള്ള കാര്യമൊക്കെ ചിന്തിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഇന്ത്യയിൽ മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള സാധനമാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. എന്താണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്? ഓക്കെ, നിങ്ങൾ ഇതൊന്നും കേട്ട് ടെൻഷൻ അടിക്കണം, ഞാൻ ജസ്റ്റ് സിലബസ് ഡിസ്ക്രൈബ് ചെയ്യാണ്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇന്ത്യയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കുറേ വർക്കിംഗ് ആൾക്കാരുണ്ട് ഇന്ത്യയിൽ. നമുക്ക് ഒരു രാജ്യത്തെ ആൾക്കാരെ വർക്കിംഗ് പോപ്പുലേഷൻ എന്നും ഡിപ്പെൻഡൻസി പോപ്പുലേഷൻ എന്നും വിളിക്കാം. ഈ വർക്കിംഗ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 18 വയസ്സ് മുതൽ 58 വയസ്സ് 60 വരെയുള്ള ആൾക്കാരെയാണ് എന്ന് പറഞ്ഞാൽ ജോബ് ചെയ്യുന്ന ആൾക്കാർ. ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന കാര്യം എന്താണ്? ഇന്ത്യയിൽ 1 മുതൽ 17 വയസ്സ് വരെയുള്ളവരും 58 അല്ലെങ്കിൽ 60 എബോവ് ഉള്ളവരെയാണ് നമ്മൾ ഡിപ്പെൻഡൻസി. സോ അവരെ ഡിപ്പെൻഡ് ചെയ്യാണ്. ഇന്ത്യയുടെ പ്രത്യേകത എന്താണെന്നറിയാം? ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ആണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാവരും എന്താണ്? മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ വർക്കിംഗ് പോപ്പുലേഷൻ ആണ്. സോ ഈ വർക്കിംഗ് പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യത്തിന് നല്ലതാണ്. കാരണം നല്ല ശക്തിയുള്ള, നല്ല ബുദ്ധിയുള്ള, നല്ല കഴിവുള്ള വ്യക്തികളുണ്ട്. പക്ഷെ ഇതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. പലപ്പോഴും എന്താണ്, നമുക്ക് എന്ത് കിട്ടത്തില്ല? ഈ ഒരു വർക്കിംഗ് പോപ്പുലേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം അവർ ബാധ്യതയാകും. സോ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ മാൻ പവർ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ ജോബ് കൊടുക്കണമെന്നുള്ള പ്ലാനിങ്. അതാണ് കേരളയിലെ മാൻ പവർ പ്ലാനിങ്ങിനെ കുറിച്ച് പഠിക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സെക്ടേഴ്സ്, ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള. നമുക്കറിയാം, ഇപ്പം ഫോർ എക്സാമ്പിൾ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്താണെന്ന് നമ്മുടെ ജോബിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു ജോബ് കിട്ടുന്നു, നിങ്ങളെല്ലാം PSC എക്സാം എഴുതി ഒരു ജോബിൽ കയറി കഴിയുമ്പോൾ വാട്ട് ഓൾ ആർ ദ ബെനിഫിറ്റ്സ് യു ആർ ഗെറ്റിംഗ്? നിങ്ങൾക്കൊരു സാലറി, ഒരു സ്കെയിലിൽ നമ്മുടെ ഇന്ത്യൻ സർക്കാർ, ഇന്ത്യൻ ഗവൺമെന്റ് ഇറക്കിയിരിക്കുന്ന സാലറി സ്കെയിലിന്റെ അടിസ്ഥാനത്തിലുള്ള സാലറി കിട്ടും. അത് ആർക്കും കുറയ്ക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ജോബൊക്കെ കഴിഞ്ഞിട്ട് പെൻഷൻ കിട്ടും, ജോബ് ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റി കിട്ടും. ഓക്കെ, നിങ്ങൾ ഹയർ ആൻഡ് ഫയർ, പെട്ടെന്ന് എടുത്തിട്ട് പിന്നെ അടുത്ത ദിവസം പറഞ്ഞു വിടാൻ പറ്റത്ത നമുക്ക് കോൺഫിഡൻസ് കിട്ടും. അതോടൊപ്പം വേറെന്ത് കിട്ടും? നമുക്ക് വേണമെങ്കിൽ എന്താണ്, കുറെ ഫണ്ടുകളുണ്ട്, പ്രൊവിഡന്റ് ഫണ്ട്, അങ്ങനെയുള്ള ഫണ്ടുകളുണ്ട്. ഇങ്ങനെ എല്ലാ ഹെൽപ്പോടും PSC അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലും ഇങ്ങനെ കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ജോബ് ഓഫറൊക്കെ കൊടുത്ത് പ്രൈവറ്റ് സെക്ടറിലും നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇതിനെയാണ് ഓർഗനൈസ് സെക്ടർ എന്ന് പറയുന്നത്. അതേസമയം ഡെയിലി വേജിന് കൂലിപ്പണിക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതെന്താണ്? അൺഓർഗനൈസ് സെക്ടർ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ അൺഓർഗനൈസ് സെക്ടർ ആണ്. അതിനെക്കുറിച്ചുള്ള ഡിഫറൻസ് കാര്യങ്ങൾ ഇന്ത്യയിലെ, കേരളയിലെ ഓർഗനൈസ്ഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ there is something called internal and external migration. ഒന്നുമില്ല, രാജ്യത്തിന് ഇന്റേണൽ മൈഗ്രേഷനും എക്സ്റ്റേണൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിലുണ്ട്. ഇതിപ്പം ഫോർ എക്സാമ്പിൾ ഇന്ത്യ ആണെന്ന് കരുതുക, നിങ്ങൾ കരുതത്തില്ല, എന്നാലും ഇന്ത്യ ആണെന്ന് സപ്പോസ് കരുതുക. ഇന്ത്യയിൽ ആൾക്കാര് വെളിയിലോട്ട് പോകാറുണ്ട് രാജ്യങ്ങളിലേക്ക്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? എമിഗ്രേഷൻ, എക്സ്റ്റേണൽ ആയിട്ടുള്ള എമിഗ്രേഷൻ. ഓക്കെ, അതേസമയം എന്താണ്? വെളിയിലോട്ട് പോകുന്നതിന് പകരം അകത്തോട്ട് ഇന്ത്യയിലേക്ക് വരാറുണ്ട്. അതിനെയാണ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഇമിഗ്രേഷൻ. അതേസമയം ഇന്ത്യയിൽ കേരള ഇവിടെ ഉണ്ട്. കേരളയിൽ നിന്ന് വെളിയിലോട്ട് ആൾക്കാർ പോകാറുണ്ട്. ഓക്കെ, അതിനെ ഔട്ട് മൈഗ്രേഷൻ എന്ന് പറയും. എന്താണ്? ഔട്ട് മൈഗ്രേഷൻ. അതേസമയം അകത്തേക്ക് പോകാറുണ്ട്, ഇൻ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. സോ അകത്ത് കിടക്കുന്ന ഇന്റേണൽ മൈഗ്രേഷനും വെളിയിലോട്ട് പോകുന്ന എക്സ്റ്റേണൽ മൈഗ്രേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അന്നേരം അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക, അതിന്റെ ഡേറ്റയൊക്കെ മനസ്സിലാക്കുക. കാരണം ഈ കേരളത്തിന് ഏറ്റവും കൂടുതൽ ഇൻകം കിട്ടുന്ന ഒരു സോഴ്സ് ആണ് വെളിയിൽ നിന്ന് ജോലി ചെയ്ത ആൾക്കാർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നീട് കാഷ്വലൈസേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ജോലികളെല്ലാം അൺഓർഗനൈസ് സെക്ടറിലോട്ട് മാറുന്ന കാര്യമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉള്ള ലേബർ വെൽഫെയർ മെഷേഴ്സ് എന്തൊക്കെ, ലേബർ മാർക്കറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് പറയുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്.
സോ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഏകദേശം 8 സെഗ്മെന്റ്, 8 ടോപ്പിക്കായിട്ട് നമുക്ക് നമ്മുടെ സിലബസ് തിരിക്കാം. 1, 2, ആദ്യത്തെ പ്ലാനിങ് തുടങ്ങിയ കാര്യങ്ങൾ, ബഡ്ജറ്റിന്റെ കാര്യങ്ങൾ, നാഷണൽ ഇൻകത്തിന്റെ കാര്യങ്ങൾ, ഇന്ത്യൻ എക്കോണമിയുടെ സെക്ടേഴ്സ്, സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ് ഓഫ് പ്ലാനിങ് 5 എണ്ണം. യൂണിറ്റ് 2 ഡെമോഗ്രഫിക് കാര്യങ്ങൾ, ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങൾ, കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ, ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ, അവിടെ ലേബറിന് ഇമ്പോർട്ടൻസ് കൊടുത്താണ്. ഈ 8 മൊഡ്യൂൾസ് ആണ് പഠിക്കേണ്ടത്. സോ ആദ്യം തന്നെ 8 മൊഡ്യൂൾസിൽ എന്താണ് പഠിക്കേണ്ടതെന്നുള്ള ഒരു നല്ല ബോധം കിട്ടിയല്ലോ. അതാണ് എനിക്ക് ആദ്യം നിങ്ങൾക്ക് തരേണ്ടിയിരുന്നത്. അത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മളിപ്പോൾ ഓരോ ടോപ്പിക്കും എങ്ങനെ പഠിക്കണമെന്നാണ് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അതായത് ഞാൻ പ്ലാനിങ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഇൻ ഇന്ത്യ അല്ല, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ അടുത്ത് എടുക്കാൻ പോകുന്നത് എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പഠിപ്പിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള ആണ്. ഞാൻ സെക്കൻഡ് മോഡ്യൂൾ ആണ് പഠിപ്പിക്കുന്നത്. അതെങ്ങനെ പഠിക്കണമെന്നുള്ള കാര്യങ്ങൾ പറയാം. അതിനു മുമ്പ് ഞാൻ ഇത് നമ്മൾ എങ്ങനെയാണ് ഒരു ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതെന്ന് ഒരു മോഡൽ കാണിച്ചു തരാണ്. ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തെ നമ്മുടെ സിലബസിൽ ഒന്നാമത്തെ ടോപ്പിക് തന്നെയാണ് പ്ലാനിങ് ആൻഡ് കേസ് ഫോർ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഇൻ ഇന്ത്യ. സോ അതുകൊണ്ട് തന്നെ പ്ലാനിങ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഇൻ ഇന്ത്യ ആൻഡ് കേരളയാണ് പഠിക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ എന്താണ്, ഞാൻ ഇത് ഒന്നും ക്ലാസ് എടുത്ത് തരത്തില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവാണ്. പ്ലാനിങ് എന്താണെന്ന് പഠിക്കണം, മീനിങ്, ടൈപ്സ് ഓഫ് പ്ലാനിങ്, സെൻട്രലൈസ്ഡ്, ഡീസെൻട്രലൈസ്ഡ്, ഇൻഡിക്കേറ്റീവ്, പെർസ്പെക്റ്റീവ്, റോളിംഗ് പ്ലാൻസ് എന്ന് പറയുന്ന പല പ്ലാൻസ് ഉണ്ട്. മാത്രമല്ല ഇന്ത്യയിലെ പ്ലാനിങ്ങിന്റെ ഹിസ്റ്ററി പഠിക്കണം. നമുക്കറിയാം there are 2 types of planning, top to down. ടോപ്പ് ടു ഡൗൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സെൻട്രൽ ഗവൺമെന്റ് തീരുമാനം എടുത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ചെയ്യുന്നതിനെയാണ് ടോപ്പ് ഡൗൺ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പ്ലാനിങ് കമ്മീഷൻ ഫോളോ ചെയ്തായിരുന്നു. പിന്നെ ബോട്ടം അപ്പ് എന്ന് പറഞ്ഞാൽ നീതി ആയോഗ് ഫോളോ ചെയ്യുന്നതാണ്. നീതി ആയോഗ് പറയുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് തീരുമാനം എടുത്ത് മുകളിലോട്ട് പോകുന്നത്. സോ ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. സോ പ്ലാനിങ് കമ്മീഷനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുക, നീതി ആയോഗിനെ കുറിച്ച് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, അവിടെ ഒതുങ്ങി നിൽക്കരുത്. നമുക്ക് സ്റ്റേറ്റ് പ്ലാനിങ് ബോർഡ്സും ഡിസ്ട്രിക്ട് പ്ലാനിങ് കമ്മിറ്റീസും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കേരളയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അതോടൊപ്പം തന്നെ 250 ആർട്ടിക്കിൾ 250 വഴി വന്ന ഫിനാൻസ് കമ്മീഷന്റെ കാര്യങ്ങളും പഠിക്കണം. ഓക്കെ, പലതരത്തിലുള്ള അപ്രോച്ചസ് ആണ് ഓരോ പ്ലാനിങ്ങിലും. ഹറോ ഡോമർ മോഡൽ ഉണ്ടായിരുന്നു, മഹൽ നോബിസ് മോഡൽ എന്ന് പറഞ്ഞാൽ 12 5 ഇയർ പ്ലാൻസിൽ ഓരോന്നിലും നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് അപ്രോച്ച് ചെയ്തു. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാനിങ് ആൻഡ് ഫെഡറലിസം. നമുക്കറിയാം പ്ലാനിങ് നടക്കുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റും ഒക്കെ പ്രശ്നം ഉണ്ടാവും. സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഗ്രാസ് റൂട്ട് ലെവലിൽ പ്ലാനിങ് എടുക്കാൻ 73rd ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റുകൾ വന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കേണ്ടത്. ഞാൻ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നില്ല, സാറ് പഠിപ്പിക്കും. സോ നമ്മൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓരോ സെക്ടേഴ്സിലും എന്ത് മാറ്റം ഉണ്ടായി 5 ഇയർ പ്ലാനിങ് സമയത്ത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗ്രീൻ റെവല്യൂഷൻ ഉണ്ടായ സമയം ഏതാണ്? ഓക്കെ, ഈ ഗ്രീൻ റെവല്യൂഷന്റെ ഫീച്ചർ, ഇതൊക്കെ നമ്മൾ ആ ഒരു പ്ലാനിങ് പീരീഡിന്റെ അണ്ടറിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പഠിക്കേണ്ടത്. സോ ഒന്നാമത്തെ മൊഡ്യൂളിലെ ഈ ഒരു സെഗ്മെന്റ് വെച്ച് ഞാൻ എന്തൊക്കെ പഠിക്കണമെന്നുള്ള ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുവാണ്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ്, ആ ഒരു സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഓഫ് ഇന്ത്യ, നമ്മളവിടെ ഫാക്ട്സ് ആണ് പഠിക്കേണ്ടത്. ഇന്ത്യയിലെ ഫസ്റ്റ് 5 ഇയർ പ്ലാന്റെ പീരീഡ് എത്രയാണ്, അങ്ങനെ പഠിക്കേണ്ട എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരുവാണ്. 1951 മുതൽ 56 വരെയാണ്. ഏത് മോഡലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? അതേത് മോഡലായിരുന്നു? ഹറോ ഡോമർ മോഡലായിരുന്നു. ഓക്കെ, എന്താണ് ഹറോ ഡോമർ മോഡലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. 1951-56 ഹറോ ഡോമർ മോഡലായിരുന്നു നമ്മൾ ചൂസ് ചെയ്തത്. ഹറോ ഡോമർ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ വെച്ചിട്ടുള്ളതാണ്. അഗ്രികൾച്ചർ ഗ്രോത്ത് ആയിരുന്നു ബേസിസ്. ഓക്കെ, അതുവഴി അതാണ് ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടാകുന്നത്. ഇതൊക്കെ കീ വേർഡ്സ് ആണ്. ഈ കീ വേർഡ്സ് പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ഗേവ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്? ഏതാണ്? 73rd അമെൻഡ്മെന്റ് ആണ്. ശ്രദ്ധിക്കുക, 73rd അമെൻഡ്മെന്റ് 1992 എന്താണ്? പാർട്ട് 9 കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. പാർട്ട് 9 73rd അമെൻഡ്മെന്റ് ആഡ് ചെയ്യപ്പെട്ടു. അവിടെ എന്താണ്? പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ എൻറ്റിറ്റി ആക്കി മാറ്റി. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി, എന്താണ് ഒരു റെഗുലേഷനിലൂടെ വരുന്ന ബോഡി എന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതേസമയം എന്താണ് അർബൻ ലോക്കൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് റൂറൽ ഏരിയക്ക് വരെ അർബൻ ഏരിയയുടെ കാര്യം ഡീൽ ചെയ്യണം. അതിന് 74th അമെൻഡ്മെന്റ് വന്നു. അടുത്തത്, പീപ്പിൾസ് പ്ലാനിംഗ് ക്യാമ്പയിൻ വാസ് ലോഞ്ച്ഡ് ഇൻ ഏത് വർഷമാണ്? 1996 ആണ്. ലോക്കൽ ഗവൺമെന്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഞാൻ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്താന്ന് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് അക്കോർഡിംഗ് ടു ലോക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ബോട്ടം താഴേക്കിടയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്, അത് മനസ്സിലാക്കുക. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 280 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എന്തിനെ കുറിച്ചാണ്? സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ആണ്. എന്താണ്? സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻസ് നമുക്ക് ചുമ്മാ നോക്കാം. ഇത് ഞാൻ റാൻഡം ആയിട്ട് ക്വസ്റ്റ്യൻ തരുവാണ്. ഇതുവഴി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണ് വരണ്ടേ എന്നുള്ള ഒരു ഐഡിയ മനസ്സിലാക്കി തരുവാണ്. ഇൻ കേരള ഫിസിക്കൽ ഡെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലുള്ള പൈസ, ടാക്സ് തിരിച്ചിട്ടുന്ന പൈസ താഴേക്ക് കൊടുക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു തന്നായിരുന്നു, അതെന്താണ്? ഫിനാൻസ് കമ്മീഷൻ ആണ്. ഓക്കെ, ഇവിടെ കേരളത്തിലുള്ള കാര്യമാണ് പറയുന്നത്. കേരളത്തിലെ ഫിനാൻസ് കമ്മീഷൻ വെച്ചാണ് അത് നടക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്, ഇതൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി, വലിയ കാര്യമൊന്നുമില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്, നമുക്ക് എക്സാമിന് ആവശ്യത്തിന് സമയമുണ്ട്. സോ നമ്മൾ ഈ ഡേറ്റാസും കാര്യങ്ങളും ഒക്കെ എവിടെ നിന്നാണ് നോക്കേണ്ടത്? ഞാൻ ഓൾറെഡി നോട്ട്സും കാര്യങ്ങളും വേണ്ട കാര്യങ്ങളും എല്ലാം സെപ്പറേറ്റ് ചെയ്തു തരും. ബട്ട് നിങ്ങൾ നോക്കുക, നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ എക്സാംസ് എന്ന് പറഞ്ഞാൽ നല്ല ലെവൽ എക്സാം ആണ്. നമുക്ക് സാധാരണ PSC എക്സാമിൽ നിന്ന് വ്യത്യാസമായി നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പണ്ട് മുതലേ പഠിച്ചുകൊണ്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ചുമ്മാതെ ഓവർ ഹൈപ്പ് ചെയ്യുന്ന സിറ്റുവേഷനും ഉണ്ട്. സോ ഞാൻ പറയുന്ന കാര്യം, നിങ്ങൾ നമ്മുടെ കേരള സർക്കാരിന്റെ വെബ്സൈറ്റ് ആണ്, ഔദ്യോഗിക വെബ് പോർട്ടലാണ്. സോ ഇതിലൊക്കെ കയറി കാര്യങ്ങൾ ജസ്റ്റ് നോക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ നമ്മളെ കേരളത്തിലെ കാര്യമാണ് ജസ്റ്റ് പറയുന്നത്. നമ്മളെ ഫിനാൻസ് കമ്മീഷന്റെയും അതേപോലെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ ഒക്കെ വെബ് പോർട്ടൽ ഉണ്ട്. അതുമൊക്കെ നോക്കേണ്ട ആവശ്യകതയുണ്ട്. പക്ഷേ ആദ്യം ഞാൻ നമ്മുടെ കാര്യമാണല്ലോ പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ കേരള, നിങ്ങൾ ഈ ഒരു പ്ലാനിംഗ് ബോർഡ് റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വെബ്സൈറ്റിൽ കയറുക. വെബ്സൈറ്റിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളിവിടെ മനസ്സിലാക്കുക, നമ്മൾ ജോബ് കിട്ടി പോകാൻ പോകുന്നത് ഈ ഒരു സെഗ്മെന്റിലേക്കാണ്. കണ്ടോ, റിസർച്ച് ഓഫീസർ ഫൈനൽ സീനിയോറിറ്റി ലിസ്റ്റ്. നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാവോ? ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ജോലി കിട്ടി, ഇവിടൊക്കെ നമ്മുടെ പേര് വരണമെന്നുള്ള ഒരു കോൺഫിഡൻസ് വരും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഫേസ്ബുക്കിൽ കയറുന്നു, ഇൻസ്റ്റഗ്രാമിൽ കയറുന്നു, അവിടെ എല്ലാവർക്കും കയറാം. പക്ഷേ ഈ വെബ്സൈറ്റിൽ നമ്മുടെ പേരും നമ്മുടെ ഡീറ്റെയിൽസും ഒക്കെ വരണമെങ്കിൽ എന്താണ്? നമ്മൾ ഈ ജോബ് കിട്ടിയാലേ എത്തും. സോ സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ജോബാണ്. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. സോ ഞാൻ ഇത് ചുമ്മാ കാണിക്കുമല്ല. നമ്മുടെ വൈസ് ചെയർപേഴ്സൺ, നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ VK രാമചന്ദ്രൻ ആണ്. ഡോക്ടർ ഡീന N മാധവൻ IAS ആണ് മെമ്പർ സെക്രട്ടറി. ചെയർപേഴ്സൺ നമുക്കറിയാവുന്ന പോലെ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളയാണ്, പിണറായി വിജയൻ ആണ്. സോ ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ഇതിനകത്ത് ഹോമിൽ ഞെക്കി കഴിഞ്ഞാൽ എബൌട്ട് അസ് ഒക്കെ നോക്കുമ്പം ഇങ്ങനെ ഡീറ്റെയിൽസ് കാണും. ഇത് നിങ്ങൾ വായിക്കണം. നിങ്ങൾ വായിക്കേണ്ട എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ബോധം കിട്ടും. ഞാൻ അതെല്ലാം ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് സെപ്പറേറ്റ് ഞാൻ എടുത്തു തരാം. ഇപ്പം ഉദാഹരണത്തിന് നമ്മളിവിടെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിനെ കുറിച്ച് ആ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ് ഞാൻ ഇവിടെ തരുവാണ്. ദ ബോഡി ഈസ് ഹെഡഡ് ബൈ എ ചെയർപേഴ്സൺ. ചെയർപേഴ്സൺ ആണ് ഹെഡ് ചെയ്യുന്നത്. അന്നേരം ഒരു ക്വസ്റ്റ്യൻ ആയി, ചെയർപേഴ്സൺ ആരാണ്? ചെയർപേഴ്സൺ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളയാണ്. ആൻഡ് കൺസിസ്റ്റ് ഓഫ് വൈസ് ചെയർപേഴ്സൺ. വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, അതൊരു ക്വസ്റ്റ്യൻ ആണ്. VK രാമചന്ദ്രൻ ആണ്. മാത്രമല്ല മെമ്പേഴ്സ്, മിനിസ്റ്റേഴ്സും നോൺ മിനിസ്റ്റേഴ്സും ആയിട്ടുള്ള ക്യാബിനറ്റിൽ ആൾക്കാർ കാണും. പിന്നെ ഒരു മെമ്പർ സെക്രട്ടറി ആണ്. അന്നേരം മെമ്പർ സെക്രട്ടറി ആരാന്നൊരു ചോദ്യം വരും. മെമ്പർ സെക്രട്ടറി ആരാണ്? കറണ്ട് ഡോക്ടർ വീണ N മാധവനാണ്. ചീഫ് സെക്രട്ടറി ടു ദ ഗവൺമെന്റ് ആൻഡ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആർ പെർമനന്റ് ഇൻവൈറ്റീസ് ടു ബോർഡ്. സോ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ പെർമനന്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചീഫ് സെക്രട്ടറിയും ഗവൺമെന്റിന്റെ ചീഫ് സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ഓക്കെ, സോ ഇവർ രണ്ടുപേരും പെർമനന്റ് ഇൻവൈറ്റീസ് ടു ദ ബോർഡ് ആണോ? ഒരു സ്റ്റേറ്റ്മെന്റ് അത് വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്.
ദ ചെയർപേഴ്സൺ ഓഫ് ദ ബോഡി ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ്. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. ദ ടേം ഓഫ് ദ ബോഡി ഈസ് കോ ടെർമിനസ് വിത്ത് ദ ടേം ഓഫ് റൂളിംഗ് ഗവൺമെന്റ്. റൂളിംഗ് ഗവൺമെന്റിന്റെ അതേ കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ ഒരു പ്ലാനിംഗ് കമ്മീഷൻ, ഓക്കെ, കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ കാലാവധി. സോ ഇത്രയും കാര്യങ്ങൾ അബൌട്ട് നമ്മുടെ ആ ഒരു വെബ്സൈറ്റിൽ തന്നെ കിടക്കുന്നതാണ്. ഇത് വെച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, മാത്രമല്ല നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ളതാണ്. 5 year പ്ലാൻസും ഉണ്ടാക്കാറുണ്ട്, ആനുവൽ പ്ലാൻസും ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് 5 year പ്ലാൻസ് ഉണ്ടാക്കാറുണ്ട്, ആനുവൽ പ്ലാൻസ് ഉണ്ടാക്കാറുണ്ട്. അതോടൊപ്പം കേരള എക്കണോമിക് റിവ്യൂ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ആണ് കേരള എക്കണോമിക് റിവ്യൂ. ഈ കേരള എക്കണോമിക് റിവ്യൂ അവർ ഇറക്കാറുണ്ട്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ടുള്ള കഥകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസിനെ അഭിസംബോധന ചെയ്യണമെങ്കിൽ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കുന്നത്. സോ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക, ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കുക. ഇപ്പോഴേ നോക്കി തുടങ്ങാം. ഞാൻ ക്ലാസ്സിൽ വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ തരുന്നുണ്ട്. സോ എന്താണ് നമ്മുടെ ബോർഡ് എന്നാണ് വന്നതെന്നുള്ള 1967 ഇതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ എത്ര തവണ എന്താണ് ഇതുണ്ടായിട്ടുണ്ട്? 15 ടൈംസിലാണ്. എത്ര തവണയാണ്? 15 ടൈം ഈ ബോർഡ് ഉണ്ടായിട്ടുണ്ട്. സോ മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതൊക്കെ കാണാതെ പഠിക്കേണ്ട, പക്ഷെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുക. പെർമനന്റ് ഇൻവൈറ്റീസ് ആരൊക്കെയാണ്? ചീഫ് സെക്രട്ടറി ഓഫ് ഗവൺമെന്റ് ഓഫ് കേരളയും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഓഫ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഓഫ് കേരള. ഇതൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതിന്റെ ഒരു സ്ട്രക്ചർ ഇതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും, സാറായിരിക്കും പഠിപ്പിക്കുന്നത്. ഞാനിത് പഠിപ്പിക്കാൻ സാധ്യത കുറവാണ്. ഞാൻ സെക്കൻഡ് മൊഡ്യൂൾ ആയിരിക്കും പഠിപ്പിക്കുന്നത്. അന്നേരം ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കണ്ടോ, നിങ്ങളുടെ പേര് ഇവിടെ കിടക്കണ്ട. There are joint directors, deputy directors, assistant directors and research officers. Okay, research officers കഴിഞ്ഞിട്ടാണ് research assistant. Okay, so നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരുടെയും ഒരു സ്വപ്ന ജോലിയാണ് റിസർച്ച് ഓഫീസർ. നമ്മുടെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദീപക് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാസ്റ്റർ കീയുടെ ക്ലാസ്സിൽ, ഒരു വീഡിയോയിൽ, ഒരു റിസർച്ച് അസിസ്റ്റന്റ് കിട്ടിയ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് കിട്ടിയ പല കുട്ടികളെയും കണ്ടപ്പോൾ അവരുടെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് റിസർച്ച് ഓഫീസർ എന്ന് പറയുന്ന ജോബിലേക്ക് കയറിയാണ്. ഓക്കെ, സോ അത് ലക്ഷ്യം വെക്കുന്നവര് ഒരു നല്ല അപ്രോച്ച് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ എക്കണോമിക്സിൽ നല്ല മാർക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. സോ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഓഫീസേഴ്സിന്റെ എല്ലാം കഥ ഇതിനകത്തുണ്ട്. സോ നമ്മൾ ഇതുവരെ ഇറക്കിയിട്ടുള്ള ആനുവൽ പ്ലാൻസ്, ഓക്കെ, നമ്മുടെ 5 year പ്ലാൻസ്, എക്കണോമിക് റിവ്യൂ, മാത്രമല്ല ബാക്കി കുറെ റിപ്പോർട്ട്സ്, സ്പെഷ്യൽ റിപ്പോർട്ട്, ഇങ്ങനെയുള്ള പേപ്പേഴ്സും കാര്യങ്ങളും ഇതൊക്കെ വെബ്സൈറ്റിലുള്ളതാണ്. എല്ലാം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഞാൻ പറയാണ്. സോ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എത്രണ്ണം വന്നിട്ടുണ്ട്, ആ ഒരു ബോധം വേണം. ഓക്കെ, സോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു വെബ്സൈറ്റിലൊക്കെ കയറണം. സോ ഇതാണ് നമ്മുടെ കേരള എക്കണോമിക് റിവ്യൂ, സാമ്പത്തിക അവലോകനം 2024 വാല്യൂ 1. സോ ഇത്രയും നമ്മൾ 1956 മുതൽ ഇത്രയും 2024 വരെ എക്കണോമിക് റിവ്യൂസ് ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല, ഇപ്പോഴത്തെ ഫുള്ള് വായിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് നിങ്ങൾക്ക് എടുത്ത് വായിക്കാം. നമ്മളിപ്പം കറന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന 5 year പ്ലാൻ കേരളത്തിൽ എത്രയാണ്? 14th ആണ്. എത്രയാണ്? 14th ആണ്. സോ അതിനെ കുറിച്ചൊക്കെ പോകുന്നത് ഞാൻ പിന്നെ നമ്മുടെ പ്ലാൻ സ്പേസ് എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്. നമ്മുടെ പ്ലാൻ സ്പേസ് എന്താണ്? പ്ലാൻ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഓരോ ഇന്നോവേഷൻ ഐഡിയാസും അല്ലെങ്കിൽ ഓരോ പോളിസീസും എങ്ങനെ നടക്കുന്നു, അതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ ഒഫീഷ്യലി ആയിട്ടുള്ള പ്ലാൻ സ്പേസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇത് ഞാൻ ലിങ്ക് ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്, കയറിയാൽ മതി. സോ അതിനകത്ത് നമ്മൾ എത്രത്തോളം ചെലവ് ഇറക്കിയിട്ടുണ്ട്, അത് എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്, ഒരുവിധം ഡേറ്റാസ് ഒക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഇല്ല, നിങ്ങൾ നോക്കിയാൽ പലതും empty ആയിരിക്കും, പക്ഷെ കുറെ ഡേറ്റാസ് ഒക്കെ ഉണ്ട്. സോ ഇതൊക്കെയാണ് ഒരു ഡിപ്പാർട്ട്മെന്റിനെ സെലക്ട് ചെയ്ത് അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാം. സോ നിങ്ങൾ എത്ര പേര് ഈ സൈറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. സോ സെക്ടർ വൈസ് കാര്യങ്ങളല്ല, ഇതെല്ലാം എന്താണ്? പ്ലാൻ വൈസിലുള്ളതാണ്. സോ ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യൻ വരാം. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ഇനീഷ്യേറ്റീവ്സും കാര്യങ്ങളും എല്ലാം റിയാലിറ്റിയിൽ വെബ്സൈറ്റിൽ റെപ്രസെന്റ് ചെയ്യുന്ന എവിടാണ്? പ്ലാൻ സ്പേസിലാണ്. അതിന്റെ പേരെന്താണ്? പ്ലാൻ സ്പേസ് 2.0 ആണ്. ഓക്കെ, ഇതൊരു പ്രോജക്റ്റ് ആണ്. പിന്നീട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ,
ഇവിടെ an intelligent analytics driven project management and scheme monitoring dashboard of government India. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എല്ലാ ആക്ടിവിറ്റീസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, ദ പ്രോജക്ട് ഇനീഷ്യേറ്റഡ് ബൈ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, അത് നമുക്കറിയാം. ആൻഡ് ഇൻ ടെക്നിക്ക്, ആരുടെ കൂടെ ടെക്നിക്കൽ കൊളാബറേഷനിലാണ് ഈ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്? ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. ഓക്കെ, സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അത് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആ ഒരു ഒറിജിൻ ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അതേപോലെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ ഇതൊക്കെ ജസ്റ്റ് ഇവിടെ തന്നിരിക്കുകയാണ്. ഓക്കെ, ഇതൊന്നും ഞാൻ ക്ലാസ് എടുക്കുന്നില്ല, സാറ് ക്ലാസ് എടുക്കുന്നതായിരിക്കും, ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സുകളിൽ കിട്ടുന്നതായിരിക്കും. ഇതൊക്കെ ഞാൻ അതിൽ എടുത്ത ഡേറ്റയാണ്. സോ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള ഒരു ബോധം കിട്ടിയല്ലോ. സോ സ്റ്റേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും എക്കണോമിക്സ് പാർട്ടിൽ 30 മാർക്കും ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഐ വിൽ ഹെൽപ്പ് മൈ, എൻ്റെ ഏറ്റവും നല്ല എഫേർട്ട് ഇട്ട് തന്നെ നിങ്ങൾക്ക് കണ്ടന്റുകൾ ഞാൻ പറഞ്ഞുതരും. സോ ഫസ്റ്റ് മൊഡ്യൂൾ എന്താണെന്ന്, സെക്കൻഡ് മൊഡ്യൂൾ എന്താണെന്ന്, ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ സോഴ്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം ഞാൻ ഒരു കാര്യം പറയാണ്, എൻ്റെ ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്. സോ നമ്മൾ 30 മാർക്കിൽ, ഓക്കെ, 2 മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൽ ആദ്യത്തെ 5 ടോപ്പിക്സ് ഞാൻ ആയിരിക്കത്തില്ല എടുക്കുന്നത്, ഞാൻ സെക്കൻഡ് മൊഡ്യൂൾ ആയിരിക്കും മാക്സിമം എടുക്കുന്നത്. സോ സെക്കൻഡ് മൊഡ്യൂളിൽ ഈ ഒരു ഫസ്റ്റ് പാർട്ടായിരിക്കും അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ പോകുന്നത്. സോ ബേസിക് ആയിട്ടുള്ള ഡേറ്റ നിങ്ങൾ കണ്ടിട്ട് അല്ലെങ്കിൽ നോക്കിയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. സോ ദാറ്റ് വിൽ ബി ഗ്രേറ്റ്, നിങ്ങൾക്ക് ഒരു റിവിഷനും ആവും. സോ എല്ലാവരും ഹാപ്പി ആയി പഠനം ഇപ്പോഴേ തുടങ്ങുക, നമുക്ക് ഉറപ്പായിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാം. സോ താങ്ക് യു ഓൾ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ അടുത്ത ക്ലാസ് ഏതാണ്? ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള ആണ്. ഇന്ത്യയുടെയും കേരളയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. സോ താങ്ക് യു.